ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം സമൂഹം ഇനിയെങ്കിലും ഇതൊരു കാരണമായി സ്വീകരിച്ചെങ്കിലും സ്വന്തം അസ്തിത്വവും അന്തസ്സും നിലപാടും ഒക്കെ സംരക്ഷിക്കുന്നതിന് ആരോടും യുദ്ധം ചെയ്യാനല്ല, ആരോടും പോരടിക്കുന്നതിന് വേണ്ടിയല്ല, മറ്റാരുമായും എന്തെങ്കിലും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുമല്ല, മറിച്ച് ഈ സമൂഹത്തിൻ്റെ ചില പൊതുനിലപാടുകളിലെങ്കിലും അഭിപ്രായം പറയത്തക്ക വിധം ഇതിനകത്തെ ചക്കളത്തി പോരാട്ടക്കാരായ ആളുകൾ ദയവായി ആ തോക്കും താത്തുവെച്ച് ഉണ്ടയും പോക്കറ്റിലിട്ട് അത്തരത്തിൽ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അതുണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ പ്രതിപക്ഷ നിരയിലെങ്കിലും രാജ്യത്തുണ്ടായ ഒരൈക്യം അതിൻ്റെ സ്വാഭാവികതയിൽ അതിനെ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കാർഡ് കാണാനിടയായി. വിമാനത്താവളം ഉപരോധിക്കും, സോളിഡാരിറ്റി. അടുത്ത അവരുടെ ഒരു പ്രകടനമാണ്. ഞങ്ങളിവിടെയൊക്കെ ഉണ്ട്, ഞങ്ങൾ താണ്ട ഏറ്റവും മുന്തിയത് ചെയ്യാൻ പോകുന്നു എന്ന് എല്ലാവരെയോ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അത്തരം അഭ്യാസങ്ങളും ഈ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും പ്രകടിപ്പിക്കലുമൊക്കെ ദയവായി ഒന്ന് താഴ്ത്തി വെക്കണം. പൊതുസമൂഹത്തിൽ നിങ്ങളോടൊപ്പം നിന്ന മനുഷ്യരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങളെ രൂപപ്പെടുത്തണം. അതിന് ആര് നിങ്ങൾക്ക് വെളിവ് നൽകണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉടയതമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. മുസ്ലിം സമൂഹം ഇന്ന് ഇന്ത്യയിൽ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, അനുഭവങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, ഐശ്വര്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന പലതും ആ പറയുന്നവർക്ക് പോലും ഉള്ളിൽ ചിരിച്ചുകൊണ്ടായിരിക്കും പറയുക. അവർക്കതിൻ്റെ ലക്ഷ്യങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ നന്നായി അറിയാവുന്നവരാണ്. അങ്ങനെയുള്ള സംഗതികളൊക്കെ നടക്കുമ്പോഴും നോക്കൂ, ഈ മുസ്ലിം സംഘടനകളിൽ കുറച്ചൊരു പശ്ചാത്തല സൗകര്യവും അതിൻ്റെ ചുറ്റുപാടും അത്തരം കാര്യങ്ങളും ഉള്ളത് കേരളത്തിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതവിദ്യാഭ്യാസത്തിൻ്റേതായാലും പിന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, പിന്നെ വലിയ ദീനീ മദ്രസകൾ, ഒരു സംഘടനാ സ്വഭാവം, ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിലുണ്ട്. കേരളത്തിലെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യരുമായി ബന്ധപ്പെട്ട് അവർ കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സോഷ്യൽ ഫാബ്രിക്കിലാണ് പരസ്പരം എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഇവിടെ അകത്തുള്ള വികാരമാണ് 90%, പുറത്തേക്കുള്ള വികാരം 10%മേ ഉള്ളൂ. അകത്തേക്കുള്ള വികാരമാണ് 90% എന്ന് പറഞ്ഞത് ഏതാണെന്നറിയോ? ഇതിനകത്ത് നടക്കുന്ന അടിയാണ്, ചക്കളത്തി പോരാട്ടമാണ്, ഏറ്റുമുട്ടലാണ്, വെല്ലുവിളികളാണ്, LCD പ്രദർശിപ്പിച്ച് ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മതപരവും ആരോഗ്യകരവുമായ ഒരു മണ്ണാങ്കട്ടയില്ല. ഇതങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് എത്തിച്ചേരുന്നത് വ്യക്തിപരമായ വിരോധത്തിലും വൈരാഗ്യത്തിലും പരസ്പരം ഉൾക്കൊള്ളാനാകാത്ത സ്ഥിതിയിലും ഒക്കെയാണ് ഇത് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേരുന്നതുകൊണ്ട് എന്താണ്? 14 പേർ 24 തട്ടിലാണ്. ഒന്ന് പിളർന്നവർ 5ആയി പിളർന്നു, മറ്റു ചിലർ 2ആയി നെടുകെ കീറി, ചിലത് വട്ടത്തിൽ 4ആയി. ഇങ്ങനെ 10ഉം 14ഉമായ സംഘങ്ങളായാണ് പ്രവർത്തിച്ചു പോരുന്നത്. ബഹുമാന്യരായ സംഘടനാ നേതാക്കളെ, ഈ സംഘടനാ നേതാക്കളോടെല്ലാം വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ പരസ്പരം വെടിവെച്ചുകൊണ്ടിരിക്കുന്ന വെടിയുണ്ട പോക്കറ്റിലിട്ട് ആ തോക്ക് തൽക്കാലം ഒരു 5, 10, 15 വർഷത്തേക്ക് ഒന്ന് താഴെ വെക്കണം. എന്നിട്ട് ഈ പൊതുസമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. ആ പൊതുസമൂഹവുമായി ചേർന്ന് വളരെ മനോഹരമായി ആരോഗ്യകരമായി ഈ സമുദായത്തെ ഒന്ന് ഹാർമണൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായും വളരെ വിവേകപൂർണമായും ആലോചിക്കേണ്ടതുണ്ട്. വികാരം അങ്ങ് മുറ്റി ചാടിയിറങ്ങി കാലത്തെയും പ്രായത്തെയും തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങളല്ല കിട്ടുക. ഞാൻ പണ്ട് പറഞ്ഞു, കല്ലറങ്ങാട്ട് ബിഷപ്പിൻ്റെ ഒരു പ്രസ്താവന വന്നപ്പോൾ ആ പ്രസ്താവനയ്ക്കെതിരെ ആരോഗ്യകരമായും ആശയപരമായും വിയോജിക്കുന്നതിന് പകരം 3-4 ബസ്സിനകത്ത് ആളുകളെ കൊണ്ടുവന്ന് ഒരു മനുഷ്യർ പോലും ഇല്ലാത്ത പാലായിലൂടെ ബിഷപ്പ് ഹൗസിലേക്ക് ജാഥ നടത്തുന്നവരെ ധീരർ എന്ന് കൈയടിച്ച് വിളിക്കുന്ന കുറേ ആവേശ കമ്മിറ്റിക്കാരും വികാരികളും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അരുത് എന്ന് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഞാനൊക്കെ. അതിനൊക്കെ ഇഷ്ടംപോലെ തെറിയും കേട്ടിട്ടുണ്ട്. മുട്ടിലഴയുന്നവനാണ്, ഭീരുവാണ്, നട്ടലില്ലാത്തവനാണ്. അതൊന്നും കൊണ്ടല്ല. അതൊക്കെയും ഒരു പൊതുസമൂഹത്തെയും ഒരു പൊതു കാഴ്ചപ്പാടിനെയും നാടിനെയും കണ്ടുകൊണ്ട് വേണം രൂപപ്പെടുത്താൻ. അതുപോലെ തന്നെയാണ് മുനമ്പം ഇഷ്യൂ വന്നപ്പോഴും. അത് രമ്യമായി പരിഹരിക്കണം, ആരോഗ്യകരമായി പരിഹരിക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് പറയുന്നൊരു നില വരുമ്പോൾ അതിന് ഘടകവിരുദ്ധമായാണ് പലരും ഇത് അടിച്ച് കലക്കി ഇപ്പം റെഡിയാക്കിയിട്ടേ അടങ്ങൂ എന്നുള്ള നിലയിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ തന്നെ എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടപ്പോൾ,
ഏപ്രിൽ 9-നോ 10-നോ മറ്റോ സോളിഡാരിറ്റി മൂവ്മെൻറ്റ് പിന്നെ എവിടെയാണ് വിമാനത്താവളം ഉപരോധിക്കും. എന്ത് കാര്യമാണ്? വിമാനത്തിൽ ഇറങ്ങി വരുന്ന മനുഷ്യരെ ഉപരോധിച്ച് വണ്ടി അങ്ങോട്ട് വിടുന്നതിന് തടസ്സമുണ്ടാക്കി കുറേ പേരുടെ പേരിൽ കേസും എടുത്തു. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആര് ജയിക്കാനാ? പണ്ടിതുപോലെ ആരെയോ സ്വീകരിക്കാൻ പോയിട്ട് അവസാനം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതൊക്കെ അവസാനം വലിയ കേസും പുക്കാറും വഴക്കുമായി പൊതുസമൂഹത്തെ പോലും വെറുപ്പിക്കുന്ന നിലയിലേക്ക് അങ്ങ് ചാടി വീണ് പുറപ്പെടുകയാണ്. ഒരു പൊതുവേദിയിൽ പൊതുമണ്ഡലത്തിൽ പൊതുവായി ഒപ്പം നിന്ന മനുഷ്യരെ ഉള്ള പോലെയുള്ളവരെ കൂട്ടി നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിലെയും CPM-ലെയും അതുപോലെ തന്നെ RSPയിലെ NK പ്രേമേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ ബില്ലിനെ ആധികാരികമായി പഠിച്ച് അവിടെ എതിർത്തവരാണ്, JPCയിൽ എതിർത്തവരാണ്. അത്തരം മനുഷ്യരൊക്കെയായി ചേർന്ന് ഒരു പൊതുവായ നിലപാട് രൂപീകരിക്കുകയും നിയമപരമായ പോരാട്ടം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നതിന് പകരം കുറച്ച് പേരവിടെ പോയി അതിലുപരോധിച്ചു. അപ്പോൾ അതിൽ വേറെ ആരും കൂടില്ല, അത് അവരുടെ വകയായി. പിന്നെ വേറെ ഏതെങ്കിലും ഒരു പേപ്പർ സംഘടന കുറച്ച് പേര് ഇവിടെ ഉപരോധിച്ചു, മറ്റു കുറേ പേർ അവരും ഉപരോധിച്ചു. അതിൻ്റെ കുറേ 14 പേര് പ്രസംഗിച്ചു, അവരുടെ 25 ഫോട്ടോ, 14 പ്രസംഗം, അതിൻ്റെ ഒരു അഭ്യാസം ആരെ കാണിക്കാനാണ്? ആരെ തോൽപ്പിക്കാനാണ്? അതുകൊണ്ട് ഇതെങ്കിലും ഒരു കാരണമായി എടുത്ത് ഈ പറയുന്നത് പോലെ ആരോഗ്യകരമായ ഒരു അസ്തിത്വം നിലനിർത്തുന്നതിനും മറ്റിതര സമുദായങ്ങളും സമൂഹങ്ങളോടുമൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതിനും ആവശ്യമായ നിലപാടാണ് രൂപീകരിക്കേണ്ടത്. അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം.